ഹലോ. Hey guys. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഹോം ടൂറാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ മുന്നേറ്റം പറയും. ഓക്കെ, അയർലൻഡിലെ എല്ലാ ഇന്ത്യക്കാരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്, അതും അവരവരുടെ സ്റ്റൈലിനായിട്ട് കസ്റ്റമൈസ് ചെയ്ത വീട്. എന്നാൽ പലർക്കും ഇവിടുത്തെ ഐറിഷ് സ്റ്റൈൽ വീടുകൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം, അവരവരുടെ രീതിക്കാക്കണം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഞങ്ങൾക്കും അറിയില്ല. അപ്പം സോ ലൈക്ക് ബേസിക്കലി നമ്മുടെ ജനല അല്ലെങ്കിൽ ഡോറ് അതൊന്നും ചിലപ്പോൾ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഫ്ലോറിങ്ങും ഇൻറ്റീരിയർ ഡിസൈനും അതും മാറ്റാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ ചെയ്താൽ നമ്മളൊരു വീടാണ് ഇന്ന് ടൂർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡബ്ലിൻ 15-ലാണ്. ഇതൊരു ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങോട്ടേക്ക് ഇവർ മൂവും ചെയ്തിട്ട് 1 മാസമായിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഇതിപ്പോൾ ഒരു പുതിയ വീടാണ്. അപ്പോൾ ഇവിടെ ടൈൽസോ അങ്ങനെ ഫ്ലോറിങ്ങോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെയാണ് പൊതുവെ ഇവിടെ, അതായത് പുതിയ വീടൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആണ്. അത് കൈൻഡ് ഓഫ് വുഡൻ കമ്പോസിറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വിച്ച് ഇസ് ഗുഡ്. ഇത് സാധാ ഒരു ബേസിക് ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും. പിന്നെ ഇതൊരു ഹോൾ, ഒരു ലിവിങ് റൂം പോലെ. ഓക്കെ, ഇതിപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ടോയ്ലറ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ നിങ്ങൾക്ക് ഫിനിഷ് കണ്ടില്ല അറിയാം. ഇതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മാറ്റ് ഫിനിഷിലാണ് ടൈൽസും ഇവിടുത്തെ വാഷ് ബേസിനും എല്ലാം. ഇതെല്ലാം ഇവർ വളരെ പ്രിസൈസ് ആയിട്ട് ആലോചിച്ച് ചെയ്തതാണ്. എനിക്ക് ടൈലിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. ഇതുതരം എന്താ പറയുക, ഒരു റോക്കി ഫിനിഷ്, അതും മാറ്റ് സ്റ്റൈലിൽ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുള്ളൂ. സാധാരണ അയർലൻഡൊന്നും ഇങ്ങനത്തെ ടൈലിലുള്ള ബാത്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ചെയ്യാനും എളുപ്പമുള്ള പരിപാടിയല്ല. സോ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈൽസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്ലോറിങ്ങിലത്തെ ടൈൽസ് മാറ്റ് ഫിനിഷിൻ്റെ ഒരു ഗ്ലോസി ടച്ചാണ് വിത്ത് സ്ട്രൈക്സ് അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇത് മാറ്റ് ഫിനിഷാണ്. ഇതിലും ചെറിയൊരു ഗ്ലോസി ഇഫക്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ആൻഡ് ഇത് സീലിംഗ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു, ബാത്റൂം കണ്ടു. ഇവിടെ തന്നെയാണ് നമ്മൾ ലിവിംഗ് റൂം ഉള്ളത്. ആൻഡ് ഇതൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. സ്റ്റെപ്സിന്റെ താഴെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പേസ് വരുന്ന കളയുന്നില്ല. അപ്പോൾ അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഉള്ളതാണ് കിച്ചൺ. അപ്പോൾ കിച്ചണിലെ ഈ ടൈൽസ് ആക്ച്വലി അർമാനി ഗ്രേ മാറ്റ് ഫിനിഷാണ്. ഈ വീട്ടിലെ ടൈൽ ഫിനിഷസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷാണ്. സോ അത് വളരെ സിമ്പിൾ ഡിസൈനാണ്, വളരെ ഐ ക്യാച്ചിങ് ആണ് താനും. നിങ്ങൾക്ക് സണ്ണി ഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ചെറിയൊരു ലൈറ്റ് വരെ നിങ്ങൾക്ക് ആ മാറ്റ് ഫിനിഷ് നന്നായിട്ട് എടുത്തു വെക്കുന്നതാണ്. ഈ ചെയർ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ പഴയ തറവാടുകളിലും പണ്ടത്തെ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ചെയറാണ്. ഈവൻ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ടോയ് വർക്ക് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര, എനിക്ക് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. ഇത് ഇവിടുത്തെ ചേട്ടൻ ഏതോ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയോ തപ്പിയെടുത്ത് ഒപ്പിച്ചെടുത്താണ്. പുള്ളി പാലക്കാട് തരണം. പുള്ളിയുടെ ഒരു നൊസ്റ്റാൾജിയ അടിച്ചു പറ്റും. പക്ഷെ രസമല്ലേ അയർലൻഡിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കാണുമ്പോൾ. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഈ വീടിൻ്റെ ഓണേഴ്സിനെ പരിചയപ്പെടാം. മീറ്റ് മിസ്റ്റർ വിക്രം, ജെസിക്ക. സോ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇവർ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തത്, ഇതിന് എങ്ങനെയാണ് ഇവർ ഡിസൈൻസ് എല്ലാം അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ വിക്രം ആൻഡ് ജെസിക്ക, if you could just give us an idea about how did you come up with this design and whoever did this made it perfect. Well, we were exploring different tile showrooms and different suppliers, and she had a design concept in mind, and
we were exploring various places, but we didn't really find the right fit. And then one of my friends recommended Tilex. Okay. And when we went to their showrooms for the first time, we saw some of their selections, really good selections, very elegant. Some of their designs were very chic in their tiles, and so we liked that. And she had a concept in mind, and Tilex selection kind of fit that concept, and so that's why we decided to go forward with Tilex. Nice. So, just to ask, what are the changes you made to the kitchen? Was it really this way with this island and all this, or did you guys make changes to the inside? So we added this kitchen island and the backsplash. So I had an issue with backsplash. I couldn't find the right fit or the right color. So I kept going back to Abi but Abi helped with the combination with the countertop, the walnut. So Yeah. So we had to match the tile Yeah. with the countertop Yeah. and this furnishing, and it should also match overall with the island No, with this one as well. and with the tiles. Yeah. So that's how she had to find the correct color and shade. സോ ഇപ്പോൾ അവർ പറഞ്ഞ പോലെ ഈ ഒരു ഐലൻഡ് ഏരിയ ഇല്ലായിരുന്നു. സോ അത് ടോട്ടലി ഇവർ ആഡ് ചെയ്താണ് ഈ കിച്ചൺ ഏരിയയിൽ. അതുപോലെ ഈ ബാക്ക് സ്പ്ലാഷ് ഏരിയയിലെ ടൈൽസും ഫ്ലോറിൻ്റെ ടൈൽ കളറും ഒക്കെ മാച്ച് ചെയ്യണം. സോ അതൊക്കെ ഇവർക്ക് ടൈലക്സ് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാനായിട്ട്. നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തെറിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തുടച്ച് കളയാൻ പറ്റും. മറ്റേ നമ്മുടെ ചുമരൊക്കെ ആണെങ്കിൽ അതിന് ഫുള്ള് തെറിച്ച് ചളിയാവും. അപ്പോൾ ഇത് നേരെ ടൈൽസ് ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തുടച്ച് കളയാം. പിന്നെ അതുപോലെ തന്നെ ഈ സെറ്റപ്പ് ഉണ്ട് കഴുകാൻ. അത്യാവശ്യം നല്ല ബിഗ് ബേസിനാണ്. സോ നല്ല എളുപ്പത്തിൽ കഴുകിയെടുക്കാനും പറ്റും. സോ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല സൺലൈറ്റും വരും. പിന്നെ ചെറിയൊരു ഡോർ, ബാൽക്കണി ഇല്ല, പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് സ്പേസ് ഉണ്ട് തുറന്നിടാനൊക്കെ ആയിട്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഷെൽഫ്സ്. സോ അത്യാവശ്യം കുഴപ്പമില്ല, തുണികളൊക്കെ ഇടാൻ ആവശ്യമുള്ള സ്പേസ് ഉണ്ട്. ഇനി എന്താ പറയുക, ക്യാബിനറ്റ്സ് നമുക്ക് വാങ്ങാം, വാർഡ്രോബ്സ് വാങ്ങാം, ബിക്കോസ് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ബെഡ് വരാൻ പോകണം. പിന്നെ അതിൻ്റെ തന്നെ ഒരു എൻസി ബാത്റൂമും ഉണ്ട്. സോ ജസ്റ്റ് ഷവർ പോലെ. ഇതും അവരുടെ തന്നെ സെലക്ഷൻ ഓഫ് ടൈൽസ് ആണ്. സോ ഇതും സീലിംഗ് വരെ ഉണ്ട്. നല്ല വലിയ ഷവറാണ്. ഇവിടെ മൊത്തം 3 ബെഡ്റൂമാണ് ഉള്ളത്. ഇപ്പം ഈ കണ്ടതാണ് മാസ്റ്റർ ബെഡ്റൂം. പിന്നെ ഉള്ളത് ഒരു ഓഫീസ് സ്പേസിനുള്ള ഒരു റൂം. പിന്നെ അതുപോലെ ഇത് വേറൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. സോ ഇത് ഒരു ചെറിയൊരു ബെഡ്റൂമാണിത്. ഐ മീൻ കമ്പാരിറ്റീവ്ലി ചെറുത്, പക്ഷെ സ്റ്റിൽ സ്പേഷ്യസ് ആണ്. അതിനൊരു സെപ്പറേറ്റ് കബോർഡും ഉണ്ട്. ആൻഡ് ഫ്ലോറിംഗ് ഒക്കെ സെയിം ആണ്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ഒരു മെയിൻ ബാത്റൂമാണ്. ആക്ച്വലി നമുക്കൊരു എന്താ പറയുക, എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബാത്റൂം വേണം, വലിയ ഷവർ വേണം. നമുക്ക് ഫുള്ളി ഒരു റിലാക്സ് ഫീൽ ചെയ്യുന്ന ഒരു റൂമാണ്, അറ്റ്ലീസ്റ്റ് ഫോർ എനിക്ക്. സോ ഇവിടുത്തെ ബാത്റൂം ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ടബ് ഉണ്ടായിരുന്നു, അവരത് മാറ്റി ഷവർ സ്പേസ് ഉണ്ടാക്കി. ഷവറാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ ഷവറാണ്, പക്ഷെ സിമ്പിൾ ഡിസൈൻ ആണ് താനും. ബട്ട് ഇവിടുത്തെ ലൈറ്റിങ്ങും ഇവിടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ ഒരു മാറ്റ് ഫിനിഷ് ആണ്, ടൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ വാഷ് ബേസിനുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഫിനിഷും ഇതൊരു മാറ്റ് മെറ്റാലിക് ഫിനിഷാണ്. ഇതെല്ലാം ചെയ്തത് ടൈലക്സ് ആണ്. അവർ ടൈലിൻ്റെ ഒപ്പം തന്നെയാണ്
ഈ ഐറ്റംസും പർച്ചേസ് ചെയ്തു, അതിൻ്റെ കളേഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോം ടൂർ ഇഷ്ടമായെന്ന് കരുതണം. ഹോം ടൂർ ഇഷ്ടമായിച്ച ഇത് ആക്ച്വലി ഈ പ്രോജക്റ്റ് ചെയ്തത് ആക്ച്വലി ടൈലക്സ് ആണ്. അപ്പോൾ അവരുടെ ഇൻറ്റീരിയർ അവർ ചെയ്യും, അതുപോലെ തന്നെ അവർ ഫ്ലോറിങ്, അതിനിപ്പോൾ അവർ പുതിയതായിട്ട് ഫ്ലോർ ഹീറ്റിങ്ങും അവർ ചെയ്തു തരും. സോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇവിടുത്തെ സ്റ്റൈലാണെങ്കിൽ ഇവിടുത്തെ സ്റ്റൈൽ, ഓർ ഇന്ത്യൻ സ്റ്റൈലാണെങ്കിൽ ഇന്ത്യൻ സ്റ്റൈൽ, എനിത്തിങ് ലൈക്ക് നമ്മുടെ ഇഷ്ടം അതാണ് ബേസിക്കലി അവർ നോക്കുന്നത്. അതിനനുസരിച്ച് അവർ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻറ്റീരിയേഴ്സ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ അനുസരിച്ച് ചെയ്തു തരും, ഓർ അവർ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയില്ല, നമുക്ക് ഇന്ന ടൈപ്പ് ഇൻറ്റീരിയർ ആണ് വെച്ചാൽ അത് അറിയില്ലെങ്കിൽ അതിന് അവർ ഹെൽപ്പ് ചെയ്യും. So, hope you like the home tour. The project was done by Tilex, based in Ireland. So, they did the whole flooring, kitchen, bedroom, all the rooms. So, if you reach out to them, they will help you with the design and even doing the whole thing. They'll customize it for you. Yeah, they will customize that they need. You need. So basically, they import everything from India, Spain, Italy. So all the materials are of good quality. Like if you want to customize it in your way, we'll have it that way. So they do have a number of customers and happy clients. So you can talk to them, or you can see their videos, and you can get some ideas. And you can build it as you go through it. I think they do have plenty of references if Yeah. you'd like to have a view or something. They're happy to share client references. And this whole project was done in 2 to 3 business days, they said. So the whole house. Yeah, the whole house, styling, everything was done in 2 to 3 days. They just need the product in their hand, and they'll do the rest in 2 to 3 days. This is about this house. We'll talk to the owners how their experience was with Tilex. So here we have the happy customers. So we'll hear from them how the experience was for them with Tilex. So Tilex helped us convert our ideas to reality. okay. And so we're very happy about it. Yeah. That's nice. Thank you, Tilex. So thank you Vikram and Jessica for showing us the house. Thanks. Thank you so much. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടൈലക്സിൻ്റെ വേറൊരു പ്രോജക്റ്റാണ്. ഇത് വേറൊരു കസ്റ്റമറിൻ്റെ ഹൗസാണ്. അപ്പാർട്ട്മെൻറ്റ് 2nd floor ആണ്. അപ്പം ഇവിടെയും ഫ്രം സ്ക്രാച്ച് ഫ്ലോറിങ് അവർ ചെയ്തു. സിമിലർലി ഫോർ കിച്ചണും ചെയ്തു, ബാത്റൂമിനും ചെയ്തു, അതുപോലെ തന്നെ ഹാൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമിലേക്കും, കിച്ചൺ ആവട്ടെ, ഹാളാവട്ടെ, 2 ബെഡ്റൂം ആവട്ടെ, എല്ലാ സ്ഥലത്തേക്കും നല്ല ലൈറ്റിംഗ് ആണ്. സോ സൺലൈറ്റ് നല്ല ലൈറ്റിംഗ് ശരിക്കും അത് നമുക്ക് തന്നെ നല്ല വ്യത്യാസം വന്നു. ഫുൾ ടൈം ഈ ലൈറ്റ് ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ കിച്ചൺ ഒരു വേറെ ലെവൽ സെറ്റപ്പാണ്, ഫുൾ ഓട്ടോമേറ്റഡ് ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ പാത്രം കഴുകുന്ന സ്ഥലമാണെങ്കിൽ ഫ്രഷ് എയർ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഇപ്പം ഇതിപ്പോൾ ഒരു 2nd floor ആയതുകൊണ്ടായിരിക്കാം എല്ലാ സ്ഥലത്തേക്കും നല്ല ഫ്രഷ് എയർ കിട്ടും. ഹാളിലാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്, അതായത് ബാൽക്കണിയിലേക്കുള്ളത്. അതുപോലെ തന്നെ കിച്ചണിലേക്കാണെങ്കിലും ലൈക്ക് പ്ലേറ്റ്സ് കഴുകുന്ന സ്ഥലത്ത് നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. സോ എന്താ പറയുക, വെന്റിലേറ്റഡ് ആണ് അല്ലേ, അത്യാവശ്യം നന്നായിട്ട് വെന്റിലേറ്റഡ് ആണ്. പിന്നെ ബാത്റൂംസും 2 ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിന് എൻസ്യൂട്ട് ഉണ്ട്. പിന്നെ വേറെ ഒരു സെപ്പറേറ്റ് ബെഡ്റൂം ഉണ്ട്. അത് അതിനുള്ള ബാത്റൂം പുറത്തുണ്ട്. പിന്നെ വെൽ കണക്റ്റഡ് ആണ്, അതായത് ഹാളിലേക്ക് പോണ വഴിക്ക് തന്നെ റൂമിലേക്കും വരാം. അതായത് മൊത്തത്തിൽ വെൽ കണക്റ്റഡ് ആണ്. എങ്ങനെയും നമുക്ക് വഴിയുണ്ട്.
സോ ആൻഡ് പ്ലാന്റ്സ് ഉണ്ട് എല്ലാ സ്ഥലത്തും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പം പറഞ്ഞ പോലെ ബേസിക്കലി ഒരു ഫ്ലോറിങ്ങും പിന്നെ ബാത്റൂംസും കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ലൈക്ക് ഫസ്റ്റ് ബാത്റൂം നമ്മൾ കണ്ടുപോലെ അതിൽ ടബ് ഉണ്ട്, അതൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ ഈ ടോയ്ലറ്റ് താഴെ ഇപ്പോൾ സാധാരണ വീട്ടിൽ കാണുന്ന പോലെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയ കാണുന്ന രീതിയിൽ ഇത് എലിവേറ്റ് ചെയ്ത് ടൈലക്സുകാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് എലിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി മുകളിലേക്കായിട്ടാണ്. പിന്നെ അതുപോലെ ഷവറുണ്ട്, അപ്പോൾ മറ്റേതിന് ടബും ഉണ്ട്. സോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ മറ്റേ വീട്ടിൽ കണ്ടത് ഷവർ അവർ മൊത്തത്തിൽ മാറ്റിയിട്ട് ടബ് അവർ മൊത്തത്തിലാക്കി ഷവറാക്കി. ഇവിടെ ടബ് അങ്ങനെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഷവർ അതിലേക്ക് വീണ പോലെ. ഓക്കെ, അപ്പോൾ ഇത് വേറെ ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും ഉണ്ട്, നല്ല വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ഇവരിവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. അടിപൊളി ഐഡിയ അല്ലേ? ഹാളിൽ അവർ പ്രൊജക്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏത് വീഡിയോസ് വേണമെങ്കിലും കാണാം. പിന്നെ ഒരു ചെറിയ ഓഫീസ് സ്പേസും ഉണ്ട്. സോ വർക്ക് ചെയ്യണവർക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ ഈ വീടിന്റെ ഗൃഹനാഥൻ ബോണിച്ചേട്ടനുണ്ട്. ബോണിച്ചേട്ടനോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഒരു ടൈലക്സ് എക്സ്പീരിയൻസും പിന്നെ എങ്ങനെയാണ് ഈ ഐഡിയ ഫുള്ള് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ബോണിച്ചേട്ടാ എങ്ങനെ ഇതൊക്കെ? ഞാൻ വീട് വാങ്ങിച്ചപ്പോൾ ബിൽഡർ പറഞ്ഞു എവറിത്തിങ് വി ഡൺ എക്സെപ്റ്റ് ഫ്ലോറിങ്ങും ടോയ്ലറ്റും. സോ ഞാനിപ്പോൾ ഡബ്ലിനിൽ വന്നിട്ട് അധികം നാളായത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഡബ്ലിനിലുള്ള എല്ലാ ടൈലർ ഷോപ്പുകളും ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് വേറൊരു ഫ്രണ്ട്, ലോക്കലൊരു ഫ്രണ്ട് പറഞ്ഞത് നമ്മുടെ മലയാളീസ് നടത്തുന്ന ഷോപ്പുണ്ട് ടൈലക്സ്, റീസണബിൾ പ്രൈസാണ്, നല്ല സാധനമാണെന്ന് തോന്നുന്നത്. അപ്പം ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആർക്കിടെക്റ്റിന് എൻ്റെ ഫ്ലോർ പ്ലാനൊക്കെ അഴിച്ചു കൊടുത്തു. അപ്പോൾ ആർക്കിടെക്ട് മേഡ് എ പ്ലേ ബുക്ക്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഷുഡ് ബി ദ കളർ ഓഫ് ദി ടൈൽസ്. അപ്പോൾ പല ടൈലുകളിൽ ഞാൻ പോയിട്ട് അവിടെ നമ്മുടെ ആർക്കിടെക്ട് ഉദ്ദേശിച്ച കളർ കണ്ടുപിടിക്കാൻ കിട്ടിയില്ല. എസ്പെഷ്യലി ഈ റസ്റ്റിക് ഫീലിംഗ് ഉള്ള ഫ്ലോർ പല സ്ഥലത്തുണ്ടായിരുന്നു. ദേ വർ ആക്ച്വലി ട്രൈങ് ടു ഫോഴ്സ് മീ ടു ഇത് വേണ്ട, ഇതായിരിക്കും നല്ലതെന്ന്. പക്ഷെ ഞാൻ ഇതായിരുന്നു എൻ്റെ ആർക്കിടെക്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ടൈലക്സിൽ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു എൻ്റെ നല്ലതിൽ ഒരു ജർമ്മൻ കമ്പനിയുടെ വിത്ത് 30 years വാറണ്ടി ഫ്ലോർ ഉണ്ട്, ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും, സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലാകെ ഒരു 100 square meter ഉണ്ട്. 100 square meter ഒരു 10 രൂപ കൂടെയാണ്, 1000 രൂപയാവുള്ളൂ. സോ ഐ ഡിഡ്ന്റ് ലുക്ക് അറ്റ് ദി പ്രൈസ്, ഐ ലുക്ക് അറ്റ് ദി ക്വാളിറ്റി ഓഫ് ദി തിങ് ആൻഡ് ഐ ഗോട്ട് വാട്ട് എക്സാക്ട്ലി ഐ വാണ്ടഡ്. ആൻഡ് ഞാൻ ടൈലക്സിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലോറും ടോയ്ലറ്റിനും വേണ്ടിയാണ് മാത്രമാണ് പോയത്. അപ്പോഴാണ് ടൈലക്സിലെ EBൻ്റെ അടുത്ത് പറഞ്ഞത് ഇല്ല ഇത്രയും ചെയ്തതിലേക്ക് കിച്ചൺ സ്പ്ലാഷ് ചെയ്യണം, അവിടെ ആ ലൈറ്റ് വെക്കണം. അപ്പോൾ ലൈറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ നേരത്ത് പല ഐഡിയയും EB എനിക്ക് തന്ന ഐഡിയയാണ്. ഓക്കെ, സ്പ്ലാഷിന് മുകളിൽ അങ്ങനെ ലൈറ്റ് വെച്ചാൽ നന്നായിരിക്കും. ഹാസിൽ ഫ്രീ ആയിരുന്നു. എസ്പെഷ്യലി ഡെലിവറിയൊക്കെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ പൊസഷൻ കിട്ടാൻ എനിക്ക് ലേറ്റ് ആയിരുന്നു. എന്നാലും EB ഞാൻ ഞാൻ കീ കിട്ടി 2 ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് മെറ്റീരിയൽ വേണം. EB എല്ലാ മെറ്റീരിയലും തയ്യൽ തന്നെ എല്ലാം ഇത് ചെയ്തു തന്നു. അത് മാത്രമല്ല എനിക്ക് ഈ പരിചയമില്ലാത്ത കാരണം പുള്ളി പറഞ്ഞു ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്യണം. He was even advising the ടൈലർ എങ്ങനെ ചെയ്യണം. It was a very good experience. Good. അപ്പോൾ ഹാപ്പി കസ്റ്റമർ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വേറൊരു പ്രോപ്പർട്ടിയിലാണ്, സെയിം എസ്റ്റേറ്റ് ആണ്. സോ ഇത് നമ്മൾ ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവിടെ ഗ്ലോസി ഫിനിഷ്. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വരെ ഉണ്ട് ആൻഡ് ഇത് ഗ്ലോസി ടെക്സ്ചർ ആണ് ത്രൂ ഔട്ട്. ബട്ട് എവറിത്തിങ് എൽസ് ഇതിപ്പോ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അവര് ബാത്റൂം കംപ്ലീറ്റ് ചെയ്തു, ഫ്ലോറിങ്ങും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം സെയിം ഷവർ ഒക്കെ അതെ. ആൻഡ് ഇറ്റ്സ് എ ഗ്ലോസി ഫിനിഷ്. നമ്മൾ ബാത്റൂം ചുറ്റിക്കളിക്കാന് ഇത് വേറൊരു ബാത്റൂമാണ് അതേ വീട്ടില്. സോ ഇത് കണ്ടോ, ഇത് ആ സൈഡിലെ മാറ്റ് ഫിനിഷും ആൻഡ് അതുപോലെ തന്നെ ഇത് പിന്നില് ഗ്ലോസിയാണ്. ഇതിന്റെ ടൈൽസും ഇതും, അതായത് ഫ്ലോർ ടൈലും ഇതും സെയിം മാറ്റ് ഫിനിഷ് ആൻഡ് ഇത് ഗ്ലോസി.
സോ ഇത് ആയി വരണേ ഉള്ളൂ, ഇത് സെറ്റപ്പ് ആക്കി വരുന്നു. സോ അതിൻ്റെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇതും ഫ്ലോർ ടൈലിംഗ് തന്നെയാണ്. ഇതൊരു വെറൈറ്റി സ്റ്റൈലാണ്. ഇതിനെ ഹെറിംഗ് ബോൺ സ്റ്റൈൽ എന്നാണ് പറയുക. അതിന് മാച്ചിങ് ആയിട്ടുള്ള കിച്ചൺ ടൈലിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയെന്ന് വിചാരിക്കുന്നു ടൈലെക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടു. ഇനി അതുകൂടാണ്ട് അവരുടെ വേറെ റെഫറൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ഹൗസസ് പോലെ അവർ ഫുൾ ഫ്ലോറിങ് മാറ്റി, ഇന്റീരിയർ പോലും മാറ്റി അവർ നല്ല രീതിയിൽ റെനോവേറ്റ് ചെയ്ത് തരും. So you heard from the customer itself how they were happy. So the good thing about Tilex is they have client references and they provide their ideas and they take the whole thing. It's not just doing it just a tile bit. If you ask them, they give you design ideas and you can work with them easily. So either interior or just flooring or maybe floor heating as well. ടൈലെക്സിൻ്റെ തന്നെ വേറെ കമ്പനിയാണ് ഇപ്പോൾ ഈ സ്റ്റൈലിംഗ് ചെയ്യണതും അതുപോലെ ഫ്ലോർ ഹീറ്റിംഗ് ചെയ്യണതും. പക്ഷെ നിങ്ങൾ ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണതാണ്. So you can get in touch with Tilex if you want to just customize a piece of your house or if you want to do the whole thing. Even if it's a new house you bought or if you just want to renovate your existing house. So get in touch with Tilex. They have the experts. They can help you go through the whole process painless. സോ നിങ്ങൾ വീഡിയോ കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുകൂടാണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ്. സോ അവരെ റീച്ച് ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. പ്രൈസ് ഡീറ്റെയിൽസ് ആണെങ്കിലും അവരോട് ചോദിക്കാം. സോ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്. സോ യാ, ചെക്ക് ഇറ്റ് ഔട്ട്.